ചേട്ടൻ പറഞ്ഞാൽ ഇന്നും ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അദ്വൈതം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് മരിക്കുന്നത്. അത് ഇന്നും സങ്കടകരമായ കാര്യമാണ്. ചേട്ടനെപ്പറ്റി ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട്. വീട്ടിലോട്ട് ഒരു എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ചേട്ടനെ വീട്ടിലൊരു നല്ലൊരു കുടുംബം, നല്ലൊരു അച്ഛനായിരുന്നു. എല്ലാം കൊണ്ടും ഇപ്പോഴും സങ്കടം വിട്ടുമാറിയിട്ട് സത്യം പറഞ്ഞാൽ. ഒരു മിലിറ്ററി ഓഫീസറുടെ കഥ പറയുന്നതാണ് കഥ മൊത്തത്തിൽ. അപ്പോൾ മോൻ്റെ പ്രശ്നം കാരണം ഇപ്പോൾ പട്ടാളത്തിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നിരിക്കുകയാണ്, വീട്ടിൽ വന്നിരിക്കുകയാണ്. തോന്നുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഞാൻ അധികം ഇന്റർവ്യൂലൊന്നും പങ്കെടുക്കാത്ത ഒരു കാര്യം അത് തന്നെയാണ്. പൊതുവേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഞാൻ തന്നെ പല പ്രാവശ്യം പല പരിപാടികൾക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഈ പരിപാടിക്ക് ഇപ്പൊ ഈ മറ്റേ AI സഭ വന്നതിന് ശേഷം ഒരുപാട് പേരെ വിളിക്കുന്നുണ്ടല്ലോ. പലരും വിളിക്കുന്നുണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോബൻ ചേട്ടന് നന്നായിട്ട് സ്കിപ്പ് ആവാൻ അറിയാം. വളരെ സോപ്പിട്ട് കൺവിൻസിംഗ് സ്റ്റാർ എന്ന് സുരേഷ് കൃഷ്ണനെ വിളിക്കുമെങ്കിലും അതുപോലൊരു സംഭവമുണ്ട് ചേട്ടന്. അറോറ മീഡിയ നെറ്റ്വർക്കിലേക്ക് ഏവർക്ക് സ്വാഗതം. നമുക്കൊപ്പം ഉള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം ബോബൻ ആലുമൂടനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒറ്റ സിനിമ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കറിയാം. മധുര നൊമ്പരക്കാറ്റ് എന്നുള്ള ഹിറ്റ് സീരിയലിന്റെ ഭാഗമാണ് അദ്ദേഹം. അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ബോബൻ ചേട്ടാ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളായി കണ്ടിട്ട്. ചേട്ടാ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ റീസെന്റ് വിശേഷങ്ങൾ? ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മധുര നൊമ്പരക്കാറ്റ് എന്ന സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിയാണ്. അതിലെ രഘു എന്ന ഒരു മിലിറ്ററി ഓഫീസറുടെ കഥ പറയുന്നതാണ് കഥ മൊത്തത്തിൽ. അപ്പോൾ മോൻ്റെ പ്രശ്നം കാരണം ഇപ്പോൾ പട്ടാളത്തിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നിരിക്കുകയാണ്, വീട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് കഥയിൽ വന്നിരിക്കുന്നത്. ഒരു സീരിയസ് ക്യാരക്ടറാണ് തോന്നുന്നല്ലേ? സീരിയസ് കഥാപാത്രമാണ്. ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിറം എന്ന് പറഞ്ഞ സിനിമ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ട്രോളുകൾ കുതിരി ഇറങ്ങി വർക്കൊക്കെ ചെയ്ത് കാണുന്നുണ്ടോ? എല്ലാം കാണും, എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട്. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല സംഭവമാണ്. കാരണം 25 വർഷം മുമ്പ് പാട്ട് ഇപ്പൊ വീണ്ടും വളരെയധികം സജീവമായിരിക്കുന്നു. ഒരുപാട് പേര് എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ഒത്തിരി പല പല വേഷത്തിനുള്ള സാധനങ്ങൾ അയച്ചു തരുന്നുണ്ട്. ഇപ്പം റീസെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കഥാപാത്രം ഹിറ്റായി ഇത്ര ഇതായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിനുശേഷം വലിയൊരു ഇതുപോലൊരു കഥാപാത്രം കിട്ടിയില്ല എന്നുള്ള നിരാശ തോന്നുന്നുണ്ടോ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം? അല്ല, അത് തന്നെ വലിയ സംഭവമല്ലായിരുന്നു. നിറമെന്ന സിനിമയ്ക്കകത്ത് അത് പിന്നെ ഓരോരുത്തരുടെ ഭാവനയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കില്ല. ഇപ്പൊ ഓരോരുത്തരുടെ ഭാവനയായി പല പലത് ചെയ്തോണ്ടിരിക്കും അവര്. അല്ല, നമ്മൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു, ഇന്നും ഇതൊക്കെ ഓർക്കുന്നു. അപ്പൊ ഒരു വിഷമം തോന്നുന്നുണ്ട് എനിക്ക് ഇതുപോലെ? ഇല്ല, അതെന്നാ വിഷമിക്കുന്നത്? അത് സന്തോഷമല്ലേ ഉള്ളൂ. ഇപ്പം ജനങ്ങൾ ആ പാട്ടിനെ പറ്റി ഇപ്പോൾ ഓർക്കുന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇന്നും എന്നെ കാണുമ്പോഴും നിറമെന്ന സിനിമയിൽ ആ പാട്ടിട്ടാണ് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഒക്കെ ഈ ഒരു സോങ് ഇടുന്നു. ഹോട്ടലിൽ ചെന്നാൽ അവർ ഈ നിറമെന്ന പാട്ടിന്റെ സോങ് ഇടും. പ്രായം തമ്മിൽ പോകുന്ന ആ പാട്ടിടും. അതുപോലെ ഇപ്പോഴും ജനങ്ങളിൽ ഒരു യുവതലമുറയാണ് ഇപ്പോഴും ഓർത്തിരിക്കുന്നതാണ്. ഇപ്പം എത്ര വർഷമായി? 20-25 വർഷമായി പടം ഇറങ്ങിയിട്ട്. 25 വർഷത്തോളം കഴിഞ്ഞു. ഇപ്പം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഓർക്കപ്പെടുക അല്ലെങ്കിൽ ഒരു കഥാപാത്രങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും ഓർമ്മപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വലിയ കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ഇതുപോലൊരു കഥാപാത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥാപാത്രം വിളിച്ചിട്ട് ഞാൻ ചെയ്തില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും നിരാശ തോന്നി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ ജീവിതം അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ കഥാപാത്രം ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഒരു കഥാപാത്രത്തെ പറ്റി അറിയുകയും ചെയ്ത്. അങ്ങനെ സംഭവം വന്നിട്ടൊന്നുമില്ല. സീരിയലുകളിലേക്ക് വരുവാണെങ്കിൽ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാണ്? ഞാൻ ഒരുപാട് സീരിയൽ ചെയ്തിട്ടുണ്ട്. ഓർക്കാൻ എല്ലാവരും പറയത്തെ ഓർമ്മയിലുള്ളത്, പലരും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളത് സ്വന്തം സുജാതയിലെ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇത് മധുര നൊമ്പരക്കാറ്റിലെ രഘു ഓർമ്മയിലുള്ളതാണ്, ആൾക്കാർ പറയാറുണ്ട്. ഈ ബോബൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ കാണുമ്പോൾ വളരെ ഇതായിട്ട് സംസാരിക്കും, പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുവാണെങ്കിൽ വളരെ മിതമായിട്ട് ആൻസർ ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ പിടിത്തം ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ ഉള്ളൊരു ഫീല് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്? ഇപ്പൊ ഞാനാണെങ്കിലും നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഓക്കെയാണ്, പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ മനസ്സിലായി. ഇപ്പൊ നമ്മൾ തന്നെ അന്ന് നമ്മൾ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ബോബൻ ചേട്ടൻ വളരെ കൂളായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ പലരും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ബോബൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ശാന്ത സ്വഭാവം, ഇങ്ങനെ ഒരു മസില് പിടിക്കുന്ന ഒരു ഫീല് തോന്നുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഞാൻ അധികം ഇന്റർവ്യൂലൊന്നും പങ്കെടുക്കാത്ത ഒരു കാര്യം അത് തന്നെയാണ്. പൊതുവേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് സ്കിപ്പ് ആവുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ തന്നെ പല പ്രാവശ്യം പല പരിപാടികൾക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഈ പരിപാടിക്ക് ഇപ്പൊ ഈ മറ്റേ AI സഭ വന്നതിന് ശേഷം ഒരുപാട് പേരെ വിളിക്കുന്നുണ്ടല്ലോ. ചാനലിൽ നിന്നും പലരും വിളിക്കുന്നുണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോബൻ ചേട്ടന് നന്നായിട്ട് സ്കിപ്പ് ആവാൻ അറിയാം. വളരെ സോപ്പിട്ട് കൺവിൻസിംഗ് സ്റ്റാർ എന്ന് സുരേഷ് കൃഷ്ണനെ വിളിക്കുമെങ്കിലും അതുപോലൊരു സംഭവമുണ്ട് ചേട്ടന്. സജീവേ, ഞാനിവിടെ ഇല്ല. ചേട്ടാ നാളെ ഉണ്ടാവും? നാളെ ഞാൻ കാണാൻ സാധ്യതയില്ല. നാളെ ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോകും. സ്വിറ്റ്സർലൻഡുമായിട്ട് ഒരു വൈഫ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഫാമിലിയെ കുറിച്ച് അധികം അങ്ങനെ പൊതുവെ ഫാമിലിയെ പറ്റി ഇപ്പം ഒരുപാടുപെട്ടവർക്കൊക്കെ അറിയാം. ഇവിടെ വനിതാ കവർ പേജിലൊക്കെ വരികയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാടുപെട്ടവർക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയയിലേക്ക്
ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആണോ? ഞാൻ ആക്റ്റീവ് ഒന്നും അല്ല. ആക്റ്റീവ് അല്ല. അത് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മാറി നിൽക്കുന്നതാണോ? അല്ല, എനിക്ക് അങ്ങനെ അതിന്റെ പിന്നെ താല്പര്യം തോന്നിയിട്ടില്ല, അങ്ങനെ വലിയ തോന്നിയിട്ടൊന്നുമില്ല. പൊതുവെ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ല അല്ലെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് ഒരു ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും അവർ ആക്റ്റീവ് അല്ല എന്നൊക്കെ ഉള്ള ചിന്താഗതി പൊതുവെ ഉള്ളു. ഇപ്പം ഇല്ലാത്ത ആൾക്കാർ പോലും എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ. എനിക്ക് അങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നതോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കിപ്പം സീരിയലുകളുണ്ട്, എനിക്ക് എൻ്റെ ഒരു സമാധാനപരമായിട്ട് പോകുന്നുണ്ട്, ഇതൊക്കെ മതി എനിക്ക്. അല്ലാതെ എനിക്കിത് വലിയ സംഭവം ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നും. ഈ വിക്ടിംസ് ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട്, അതിനെ കുറിച്ച് എന്താ ചേട്ടാ പറയാനുള്ളത്? സോഷ്യൽ മീഡിയയിൽ ഈ പല ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഇത് തന്നെ വരുമ്പോൾ തന്നെ ചേട്ടൻ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ തന്നെ അതിന്റെ ഇടയിൽ ആൾക്കാർ ഒന്ന് നെഗറ്റീവ് കമന്റുകൾ ഇടുക, അങ്ങനെയൊക്കെയുള്ള പല സന്ദർഭങ്ങളും സാഹചര്യം. എന്നെ സംബന്ധിച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നും എനിക്കില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കണ്ടോണ്ട് ഈ ആൾക്കാർ പറയുമെന്ന് അറിയത്തില്ല. ചിലപ്പോ ഞാനായിരിക്കും അതാണ് അടുത്ത പ്രശ്നം ഇതിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോ കയറിയേക്കാം. അപ്പൊ ആ നല്ല മനുഷ്യനെ അപ്പൊ സീരിയല് നല്ല സമാധാനപരമായിട്ട് പോകും, കുഴപ്പമൊന്നുമില്ല. ചേട്ടാ ഈ പറയുന്ന ആള് എനിക്കറിയാവുന്നതാണ്, എന്നാലും ചോദിക്കുകയാണ്, ചേട്ടന് നല്ല സൗഹൃദങ്ങളെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? എങ്ങനെയാണ് സൗഹൃദങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണോ? സൗഹൃദങ്ങൾ എല്ലാവരും സ്നേഹത്തോട് തന്നെയാണ്, എല്ലാവരും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പൊ നിറം എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. ചാക്കോച്ചനുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? ചാക്കോച്ചനായിട്ട് നല്ല സൗഹൃദം തന്നെ മുന്നോട്ട് പോകും. ഇപ്പോഴും കോൺടാക്ട് ഒക്കെ ഉണ്ട്, നമ്മൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി ഈ പറഞ്ഞ പോലെ ചാക്കോച്ചൻ ഈ കോമ്പോയിൽ ഒരു സിനിമയോ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള സാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റൂല. ഇല്ല. ഈ പറയുന്ന പോലെ ഇപ്പം ഈ പറയുന്ന ഒരു ഇത്രയും ഒരു ഹൈപ്പിലേക്ക് ഈ സാധനം പോയതുകൊണ്ട് തന്നെ പറയാൻ പറ്റും. തോന്നിയാൽ ഓക്കെ അല്ലേ? ആ ടീമിനെ തന്നെ വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാവുന്നതാണ്. അതിപ്പോ സോന ഇപ്പം ഭയങ്കര നഷ്ടബോധത്തിലൂടെ ഇരിക്കുകയാണെന്നാണ് പൊതുവെ പറയുന്ന കാര്യം. ഇത്രയും വലിയൊരു ഗായകനെയൊക്കെ നഷ്ടമായി എന്നൊക്കെ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. AI ഒക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോ എന്താണ് ഒരു ഫീല്? വൈഫൊക്കെ എന്താ പറയാ? അതുപോലെ ചോദ്യം തന്നെയാണ്. അതെ, സോനിക്ക് നഷ്ടബോധം ഉണ്ടായത് ഒരിക്കലും ഇല്ലായിരിക്കും. പക്ഷെ AI പറയുന്നത് വൈഫ് എന്താ ചേട്ടാ പറയുന്നത്? വൈഫിന്റെ സന്തോഷമുള്ള പിള്ളേർക്ക് വൈഫ് സന്തോഷം. ഇങ്ങനെ ഒത്തിരി സംഭവം ഇറങ്ങുമ്പോഴേ അവരിതൊക്കെ അയച്ചു തരാറുണ്ട്, കാണാറുണ്ട്, അവർക്ക് പലരും അയച്ചു കൊടുക്കാറുണ്ട്. ഇനി ഈ പറയുന്ന പോലെ പ്രകാശിന്റെ ഒരു റീ എൻട്രി വരാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ആളുകൾ കാത്തിരിക്കുന്നത് തോന്നുന്നു. അങ്ങനെ റീ എൻട്രിക്ക് വേണ്ടി നമ്മളും കാത്തിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സാധനം ചേട്ടൻ ഒരു ഇതിലെങ്കിലും ഒരു മിനിറ്റെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ വീണ്ടും വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു രീതിയിൽ? ഒന്നാ നല്ല കാര്യമായിരുന്നു, ആരെങ്കിലും നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയായിരുന്നു. ഈ പുതിയ ഈ സീരിയൽ ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ സിനിമയെ സംബന്ധിച്ച് നല്ല രീതിയിലൊന്നും ഉപയോഗിച്ചില്ല എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ബേസിക്കലി നല്ലൊരു ആക്ടറാണ്, ഈ ഇദ്ദേഹത്തെ എന്തുകൊണ്ട് സിനിമയിൽ നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയും കഴിവുകൾ പോലും ഇല്ലാത്ത പല ആൾക്കാരും വന്നു പോകാറുണ്ട്. അങ്ങനെ ഞാൻ പോലും ചിന്തിക്കുന്നു. ചേട്ടന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തോന്നി? വേഷങ്ങൾ കിട്ടുമായിരുന്നു, നല്ലതായിരുന്നു. ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു ചിന്ത ഇപ്പോഴും ഉണ്ട്. പൊതുവെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാർ ഇപ്പൊ സിനിമയൊന്നും ഇല്ലേ എന്നുള്ളൊരു ക്ലീശ ചോദ്യം എന്തായാലും എല്ലാവരും ഫേസ് ചെയ്യാറുണ്ട്. അതുപോലെ ചേട്ടനും ഫേസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ അവർക്കൊക്കെ എന്താ മറുപടി കൊടുക്കാറ്? അവർക്കൊക്കെ എന്താ, സിനിമയിലെങ്കിലും സീരിയലുണ്ട്, സീരിയൽ കാണുന്നുണ്ടെന്ന് അവര് തന്നെ പറയാറുണ്ട്. ഈ സീരിയലുകളുടെ തിരക്കിനിടയിൽ ഏതെങ്കിലും സിനിമയിലേക്ക് വിളിച്ചിട്ട് പോകാതിരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഈ ഷെഡ്യൂളുകൾ പ്രശ്നമായിട്ട് വരും, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, സിനിമ പറയുവാണെങ്കിൽ നേരിട്ട് ഇവരോട് സീരിയലുകാരോട് പറഞ്ഞ് നമ്മൾ അതിന്റെ ഡേറ്റ്സ് മേടിക്കും. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് കുറച്ച് സിനിമകൾ ചെയ്തിരുന്നല്ലോ, ഇനി റിലീസിന് ഏതെങ്കിലും സിനിമകളുണ്ടോ? ഇല്ല, ലാസ്റ്റ് ചെയ്ത് പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ ഷൈൻ ടോം ചാക്കോയുടെ പടമായിരുന്നു. പുതിയ പടങ്ങളൊന്നുമില്ല. പുതിയ പടങ്ങൾ 1-2 സീരിയൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ബ്യൂട്ടി എങ്ങനെയാ കാത്തു സൂക്ഷിക്കുന്നത്? അന്നും ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കുകയാണ്. അത് കാര്യം വെച്ചാല് നിങ്ങൾ പറഞ്ഞില്ലേ ഒത്തിരി തലവേദന തിരക്ക് പിടിച്ച ജീവിതം, അങ്ങനെ തിരക്കൊന്നുമില്ല. എനിക്ക് സമാധാനപരമായിട്ട് ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്റേതായിട്ട് രീതിയിൽ ശാന്തതയോടെ പോവുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഓടി നടന്ന ഇന്റർവ്യൂ അതുള്ളവർ പറഞ്ഞില്ലേ, നമ്മൾ സമാധാനപരമായിട്ട് പോവുക, അധികം ടെൻഷൻ എടുത്ത് തലയിൽ വെക്കാതെ സ്വസ്ഥമായിട്ട് നല്ല ആരോഗ്യം കഴിച്ച് സ്വസ്ഥമായിട്ട് പോകും. ഒരു ജീവിതമല്ലേ ഉള്ളൂ നമുക്ക്, നമ്മുടെ രീതിയിൽ ജീവിക്കുക. ബോബൻ ചേട്ടൻ പറഞ്ഞു വരുന്ന ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ മാത്രമല്ല, നമ്മൾ ഈ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് എന്റെ ജീവിതത്തിൽ സമാധാനപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. ഇപ്പം ഈ കേരളത്തിലെ ഈ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കമന്റ്സുകൾ കിട്ടാറോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കമന്റ്സ് പലരും പറയാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് ഇപ്പം ഈ നിറത്തിലെ ഒഴിച്ചു നിർത്തിയാൽ വേറെ ഏതെങ്കിലും കഥാപാത്രത്തിന് ഇത് കഥാപാത്രം അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ ഗംഭീരമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ഇതൊക്കെ കിട്ടാറുണ്ടോ? സീരിയലിലൊക്കെ അഭിനയിക്കുന്നവർ ചില നെഗറ്റീവ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വഴി തടഞ്ഞു നിർത്തി അടിക്കാൻ വരെ ആൾക്കാർ വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ? പല സ്ഥലത്തും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളെ പറഞ്ഞിട്ടുണ്ട്.
എവിടെയെങ്കിലും പബ്ലിക്കിൽ നിന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഓർത്തെടുത്ത് പറയും ഇതാണ് ബോബൻ ചേട്ടന്റെ ഒരു പ്രത്യേകതയാണ്, വളരെ സേഫ് സോണിൽ അങ്ങനൊന്നുമില്ല. അല്ല, പലരും കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ പറയാറുണ്ട്, എന്റെ സ്വന്തം സുജാതയിലെ ആ വേഷം നന്നായിരുന്നു, ഇതിനകത്ത് രഘു പട്ടാളക്കാരന്റെ വേഷം നന്നായിരുന്നു, അങ്ങനെ പറയാറുണ്ട്. ഈ ഇപ്പൊ പട്ടാളക്കാരന്റെ ക്യാരക്ടർ ആണല്ലോ, ഇപ്പൊ ചേട്ടനിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. അപ്പൊ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു ഒന്ന് പാകപ്പെടുത്തി എടുത്തത്? പാകപ്പെടുത്തി ഒന്നും എടുക്കുന്നത് നമ്മൾ നമ്മുടെ രീതിയിലാണ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു പ്രത്യേകം പാകപ്പെടുത്തി വീട്ടിൽ കൊണ്ട് പാകപ്പെടുത്തിക്കൊണ്ട് വരാൻ പറ്റില്ല. അത് ക്യാരക്ടർ ചെയ്യുന്നേ ഉള്ളൂ. അല്ല, പല ആൾക്കാരും ഒബ്സർവേഷൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കഥാപാത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പല ആക്ടേഴ്സും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നടന്റെ മകനാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അങ്ങനൊന്നും ചെയ്യാറൊന്നുമില്ല. നമ്മൾ കിട്ടുന്ന വേഷം നമ്മുടെ രീതിയിൽ അങ്ങ് ചെയ്തു പോകുന്നേ ഉള്ളൂ. ചേട്ടാ, സീരിയലുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സമീപ സമയങ്ങളിലൊക്കെ ഈ ഓൺലൈൻ മീഡിയ ഉൾപ്പെടെ വിമർശനങ്ങൾ പറയുന്നുണ്ട്. സീരിയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവീതങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, സീരിയലിലെ കഥകൾക്ക് പ്രശ്നമുണ്ട്, സെൻസറിങ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താ അതിനകത്ത് ഒരു ഒപ്പീനിയൻ? ഇതുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നതല്ല, ഒത്തിരി ആർട്ടിസ്റ്റുകൾ, എത്രയോ ആർട്ടിസ്റ്റുകൾ ജീവിക്കുന്നുണ്ട്. ഇതങ്ങനെ സെൻസറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ കഥ ഭയങ്കര ഒരു കഥയെ കേന്ദ്രീകരിച്ചൊന്നും പോകാൻ പറ്റിയ സംഭവമല്ല. ഇത് ആർട്ടിസ്റ്റുകളുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കി ചെയ്യുന്ന സംഭവം. അതിനായിട്ട് ന്യൂനതകളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടി വരുമ്പം സീരിയൽ അങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. സീരിയലിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പോട്ടെ. ഇതിനെ വലിയ സംഭവങ്ങൾ ആൾക്കാരാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഈ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു മഹാനാണ്, അദ്ദേഹത്തെ കുറിച്ച് ഉള്ള ഓർമ്മകളിൽ എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്തൊരു സാധനം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ചായനെ മരിച്ചിട്ടിപ്പം 33 വർഷമായി. ചായന മരണം ഞങ്ങളുടെ ചെറുപ്രായത്തിലാണ്. ചായന മരണം ഇന്നും ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു സംഭവമാണ്. ചായന അദ്വൈതം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് മരിക്കുന്നത്. അത് ഇന്നും സങ്കടകരമായ കാര്യമാണ്. ചായനെപ്പറ്റി ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ഉച്ചിലോട്ട് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ചായന വീട്ടിലൊരു നല്ലൊരു കുടുംബം, നല്ലൊരു അച്ഛനായിരുന്നു. എല്ലാം കൊണ്ടും ഇപ്പോഴും സങ്കടം വിട്ടുമാറിയിട്ട് സത്യം പറഞ്ഞാൽ. അദ്ദേഹത്തെ പോലുള്ള ലെജൻഡായ നടന്റെ മകനാണ്. സ്വാഭാവികമായിട്ടും ചേട്ടന്റെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് ആരെങ്കിലും ഇന്നും നമ്മളെ പറയുന്ന ആലുമൂടന്റെ മകൻ എന്നാലും ആലുമൂടന്റെ മകൻ പോകുന്നു. ബോബൻ ആലുമൂടൻ എന്നല്ല പറയുന്നത്, ആലുമൂടന്റെ മകൻ എപ്പോഴും ആ അഡ്രസ് തന്നെ എപ്പോഴും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. ചേട്ടന്റെ പാരമ്പര്യത്തിൽ മക്കളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവരാരെങ്കിലും? അവരിപ്പം ഈ മോളാണെങ്കിൽ സേന അവിടെ വരെ അവള് ഈ മോഡലായിട്ടൊക്കെ പോകുന്നുണ്ട്. ബോംബെയിലാണ്. ഒരുപാട് കമ്പനികൾക്ക് മോഡലായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല, എങ്കിൽ അവരുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ശരിക്കും. അപ്പം പുള്ളിക്കാരിയുടെ ഒരു എൻട്രി നമുക്ക് ഇനി മലയാളത്തിലേക്ക് പ്രതീക്ഷിക്കാമോ? ഇപ്പൊ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ താരങ്ങളുടെ ഒക്കെ മക്കളൊക്കെ ഇങ്ങനെ സിനിമയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിൽ നിന്നൊക്കെ വരുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. മോൾ എങ്ങനെ അഭിനയിക്കാനൊക്കെ കഴിവ്? അതിപ്പം തെളിയിക്കപ്പെടേണ്ട സംഭവമല്ലേ. രീതിയിൽ അല്ല, അത് ഓരോ വേഷങ്ങൾ കിട്ടുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റും. മോഡലിംഗിൽ നല്ല സജീവമായിട്ട് പോകുന്നു. ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ചേട്ടന്റെ ട്രാവലിംഗ് അനുഭവങ്ങൾ ഒന്ന് പറയാമോ? എന്തെങ്കിലും ഈ പറയുന്ന പോലെ എടുത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവങ്ങൾ? ഈ ട്രാവലിംഗ് അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോരോ സ്ഥലങ്ങളിൽ പോയി ഇപ്പോൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കുടുംബമായിട്ടൊക്കെയാണ് പോകുന്നത്. ഒരുപാട് യാത്രകളും ഒരുപാട് ആൾക്കാരെ കാണുന്ന പല അവരുടെ സംസ്കാരങ്ങൾ അറിയുന്നതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി തന്നെയാണ്. ഈ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണല്ലോ. ഈ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രാഫിക് സിസ്റ്റത്തെ കുറിച്ച് എന്താ തോന്നുന്നത്? ഇപ്പൊ ഗതാഗത വകുപ്പാണെങ്കിലും പല ട്രാഫിക് നിയമങ്ങൾ വരുന്നുണ്ട്, ആളുകൾ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നുണ്ട്, നിയമം പാലിക്കാതെ. ഇതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? അല്ല, ഇപ്പം ട്രാഫിക് ഒക്കെ റോഡുകളൊക്കെ ഇപ്പൊ പണ്ടൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ഇപ്പൊ റോഡുകളൊക്കെ ഒത്തിരി വികസനമായി. ഇപ്പം പതുക്കെ എല്ലാം ആവും, ഫോറിൻ സ്റ്റാൻഡേർഡിലേക്ക് നമ്മളും ആവും, പതുക്കെ ആവും. പുറത്ത് വണ്ടി ഓടിച്ചിട്ട് വരുന്ന ഒരാളെന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ പൊതുവെ ആൾക്കാർ ഇവിടുത്തെ സിസ്റ്റത്തെയൊക്കെ പഴിക്കുന്നൊക്കെ ഞാൻ പല പ്രവാസികളെയും ഇത് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ ആയി വരുന്നല്ലേ ഉള്ളൂ. നമ്മളിപ്പം ഹൈവേ ആണെങ്കിലും എല്ലാം ഇപ്പം നമ്മള് പുരോഗതിയുടെ പാതയിൽ പൊക്കോണ്ടിരിക്കില്ല. അതൊക്കെ ഒരു സംഭവം ആവും നമുക്ക്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ ഫാമിലി ഒക്കെ അവിടെയാണ്. കുക്കിംഗ് ചെയ്യാറുണ്ടോ ചേട്ടൻ? കുക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? കുക്ക് ചെയ്യാറുണ്ട്. ഏറ്റവും നന്നായിട്ട് വെക്കുന്നുണ്ടോ? ഏറ്റവും നന്നായിട്ട് നന്നായിട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓരോ സമയത്തും ഓരോരോ ഇപ്പൊ ഇന്ന നന്നാവുന്ന പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യാൻ പോയാൽ അത് നന്നാവണമെന്നില്ല. ചേട്ടൻ ഭയങ്കരമായിട്ട് പിടിച്ചാണ് പറഞ്ഞത്. അതല്ല നമ്മളിപ്പം ഇന്ന സാധനം നമുക്ക് നന്നാക്കിയിട അപ്പൊ അവനെ അതുപോലെ ഇന്ന വേഷം നമ്മൾ നന്നാക്കി അങ്ങനെ നടക്കുന്നില്ല. ചിലത് ഒത്തു വരുന്നതാണ്. ഒക്കാത്തില്ല, അത് പറയാൻ പറ്റത്തില്ല. പറയില്ല. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ബോബൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ബോബൻ ചേട്ടന് വളരെ കണ്ണിങ് ആയിട്ട് ഉത്തരം നമ്മൾ സത്യാവസ്ഥയല്ലേ പറഞ്ഞത്. നമ്മളിപ്പോ ഇന്ന ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് സൂപ്പർ ആക്കും എന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കി അത് ചിലപ്പോൾ കുളമായി പോകും. വേറെ സംഭവമായിരിക്കും നല്ലത് ഉണ്ടാകുന്നത്. കറക്റ്റാ ചേട്ടാ. ഇപ്പം ഫേസിന്റെ കേസിൽ നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും. ഈ ബോഡി ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്?
ബോഡി പിന്നെ ഒന്നാമത്തെ പാരമ്പര്യം, എൻ്റെ ഫാദറിന് വലിയ വണ്ണമൊന്നും ഇല്ലായിരുന്നു, അതൊരു ഘടകമാണ്, നമ്മൾ പാരമ്പര്യം വലിയ ഘടകമാണ്. പിന്നെ ചെറിയ എക്സസൈസുകളൊക്കെ ഉണ്ട്, ശരീരം വലിയ ഇതാണ്, ചെറിയ എക്സസൈസ്, നടക്കാൻ പോകും, ചെറിയ ഓട്ടം, എക്സസൈസ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. പിന്നെ പാരമ്പര്യം വലിയ ഘടകം തന്നെയാണ്. അത് ശരിയാണ്. എന്തായാലും ഭയങ്കര ഇപ്പോഴും ആ ഒരു എനർജിയിൽ നല്ല രീതിയിൽ ബോഡിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ തന്നെ പോകുന്നു. ഇപ്പൊ 25 വർഷം കഴിഞ്ഞാലും ഇനി പെട്ടെന്ന് വേണമെങ്കിൽ നിറത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുവാണെങ്കിലും പെട്ടെന്ന് പോയി ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ തോന്നുന്നു. ചേട്ടാ ഇതിൽ ഇപ്പം ചേട്ടന്റെ കൂടെ ഇപ്പൊ ഈ സീരിയൽ നന്നായിട്ട് പോകുന്നുണ്ട്, 11 നമ്പരക്കാറ്റ് വളരെ നന്നായി പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ കൂടെ അഭിനയിക്കുന്നവരൊക്കെ കുറിച്ചൊന്ന് കംഫർട്ടബിൾ ആ ക്യാരക്ടേഴ്സും ബാക്കി കൂടെ അഭിനയിക്കുന്നത് എൻ്റെ ഭാര്യയോട് അഭിനയിക്കുന്നത് മീര വാസ്തവാണ്. പിന്നെ മഹേഷ്, ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്, ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്, എല്ലാം നല്ല ആക്ടേഴ്സ്, കോപ്പറേറ്റീവ് ആണ് എല്ലാവരും. അങ്ങനെ ഒരു കുടുംബം പോലെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം ഇത്ര എപ്പിസോഡ് 400 എപ്പിസോഡ് എടുക്കാറായി, 10,000 എപ്പിസോഡ് പോകുന്നതാണ് ചാനൽ പറയുന്നത്. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ, സീരിയലുകളൊക്കെ മുന്നോട്ട് പോട്ടെ, ഒരുപാട് പേർക്ക് പണി കിട്ടിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ജീവിക്കട്ടെ, ഇതൊക്കെയാണ് പ്രതീക്ഷ. അപ്പം താങ്ക് യു. ഒരു കാര്യം ചോദിച്ചോട്ടെ, മോഹൻലാലിന്റെ നായികയായിരുന്നു ചേട്ടന്റെ നായികയായിട്ട് അഭിനയിക്കുന്നത്, എന്താ ഫീൽ ചെയ്യണത്? ഒരു കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്, ഒരുപാട് സീരിയൽ സക്സസ് ആയ ഒരുപാട് സീരിയലിൽ നായികയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഇതിനകത്തും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പറ്റുന്ന പറയാം, നമ്മള് നല്ല ആർട്ടിസ്റ്റ് ആണ്. ചേട്ടാ തരംഗത്തിൽ പോലും വളരെയധികം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീരിയൽ കാണുന്നവരോടും പ്രേക്ഷകരോടും എന്താണ് ചേട്ടന് പറയാനുള്ളത്? സീരിയൽ കാണുന്നവരോട് പറയാനുള്ളത് നല്ലതാണ്, കലയെ സീരിയൽ എന്ന കലയെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും സീരിയൽ കാണുക, അത്രയൊക്കെ പറയാനുള്ളൂ. നമ്മളെപ്പോലുള്ള ചെറിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ബോബൻ ചേട്ടൻ ഈ തിരക്കിനിടയിലും നമുക്കൊപ്പം സമയം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സന്തോഷം കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു.